എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മത്സര അധിഷ്ഠിതമായ ഈ കാലഘട്ടത്തില് വ്യാപാരികളെ സഹായിക്കാൻ, അവരുടെ വ്യാപാരം വർദ്ധിക്കാൻ ഉള്ള ഒരു ലളിതമായ മാർഗത്തെയാണ്. ഇത് വിശ്വാസപൂർവ്വം ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വ്യാപാര സ്ഥാപനത്തിന്റെ വിജയത്തിന് പ്രത്യേകിച്ച് വെജിറ്റബിൾ ഷോപ്പ്, പലവ്യഞ്ജന ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ് ഇവയുടെ വിജയത്തിന് ഈ പറയുന്ന ദേവീദേവന്റെ ചിത്രം യഥാസ്ഥാനത്ത് വച്ച് ആരാധിക്കണം. ആദ്യം വയ്ക്കേണ്ട ചിത്രം ശ്രീ മഹാഗണപതിയുടെ ചിത്രം, പിന്നെ ഹനുമാൻ സ്വാമിയുടെ ചിത്രം, പിന്നെ മഹാലക്ഷ്മിയുടെ ചിത്രം. ഇവരുടെ ചിത്രമാണ് മുൻ പറഞ്ഞ സ്ഥാപനങ്ങൾ വയ്ക്കേണ്ടത്. വൃത്തിയുള്ള സ്ഥലത്ത് എവിടെയായാലും, എന്നാലും വടക്കിഴക്ക് മൂലയിൽ വയ്ക്കുക, അതാണ് ഏറ്റവും ഉചിതം. അതിന് മുന്നിൽ, ചിത്രത്തിന് മുന്നിൽ പൂമാല ചാർത്തി, നിലവിളക്ക് കൊളുത്തി, ചന്ദനത്തിരി എന്നിവ കത്തിച്ച് അല്പസമയം പ്രാർത്ഥിക്കുക. വ്യാപാര അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കേണ്ട മന്ത്രം പറഞ്ഞു തരാം. ആദ്യം ശ്രീ മഹാഗണപതിയുടെ പ്രാധാന്യത്തെയും ജപിക്കേണ്ട മന്ത്രത്തെയും പറയാം. നമ്മൾ ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് ശ്രീ മഹാഗണപതി ഭഗവാനെ വന്ദിച്ചാണ്. വ്യാപാരത്തിന്റെ ദിവസേനയുള്ള അഭിവൃദ്ധിക്കായി നമ്മൾ ശ്രീ മഹാഗണപതി തന്നെ വന്ദിക്കണം. നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ദിവസേന നിരവധി തടസ്സങ്ങൾ വരാം. ഈ തടസ്സങ്ങൾ മാറാൻ ശ്രീ ഗണപതി ഭഗവാന്റെ പ്രാർത്ഥന സാന്നിധ്യം നമുക്ക് വളരെയേറെ ഉപകാരം ചെയ്യും. രാവിലെ നമ്മുടെ ഷോപ്പിലെ കസ്റ്റമേഴ്സ് വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധനങ്ങൾ കേടുവരിക, നമുക്ക് വിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവുള്ളൂ, അവർ യഥാസമയത്ത് നമുക്ക് സാധനം എത്തിക്കാതെ വരിക, നമ്മുടെ ട്രാവലിന് വേണ്ടി ഉപയോഗിക്കേണ്ട വാഹനങ്ങൾ കേടാവുക, ഇങ്ങനെ പലതരത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം. ഈ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ശ്രീ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അനിവാര്യമാണ്. അതിന് നാം ജപിക്കേണ്ട മന്ത്രമാണ് ഓം വിഘ്നനാശനായ നമ. ഈ മന്ത്രം 108 തവണ എല്ലാ ദിവസവും രാവിലെ ജപിക്കുക. ഇങ്ങനെ ജപിച്ചാൽ അന്നത്തെ വ്യാപാരം തടസ്സമില്ലാതെ നടക്കും. അങ്ങനെ നമ്മുടെ വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും ശ്രീ മഹാഗണപതി അനുഗ്രഹത്താൽ. ഇനി നമുക്ക് മഹാലക്ഷ്മിയുടെ ചിത്രം വച്ചാലുള്ള പ്രാധാന്യത്തെ നോക്കാം. മഹാലക്ഷ്മിയുടെ ചിത്രം വൃത്തിയുള്ള സ്ഥലത്ത് എവിടെയായാലും, എന്നാലും വടക്ക് കിഴക്കേ മൂലയിലാണ് ഏറ്റവും ഉത്തമം. അവിടെ വയ്ക്കുക. ലക്ഷ്മി ദേവിക്ക് പൂമാല, മുല്ലപ്പൂമാല ചാർത്തി മഹാലക്ഷ്മിയുടെ ഈ പറയുന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മിയുടെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ താമരപ്പൂവിൽ ഇരിക്കുന്ന പ്രസന്നവതിയായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം തന്നെ തിരഞ്ഞെടുക്കണം. ഈ ചിത്രം അവിടെ പോസിറ്റീവ് എനർജി, ഊർജത്തെ ആ ഷോപ്പിൽ മൊത്തം നിറയ്ക്കും. ഇത് നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് സമാധാനവും സന്തോഷവും തോന്നിക്കും. അവർക്ക് കൂടുതൽ അളവിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കും. ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ദിവസേന 108 ജപിക്കണം. ഓം ശ്രീ മഹാലക്ഷ്മി ഐശ്വര്യദായിനി ധനദായിനി വ്യാപാര അഭിവൃദ്ധിനി നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. നിത്യവും ജപിക്കണം. ഇങ്ങനെ ജപിച്ചാൽ നിങ്ങളുടെ കടയിൽ അഭിവൃദ്ധി ഉണ്ടാകും. ധാരാളം ആൾക്കാർ വന്ന് നമ്മുടെ കടയിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കും. കടയ്ക്ക് കൂടുതൽ അട്രാക്ഷൻ, മറ്റുള്ളവരെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് വരുമാനം വർദ്ധിക്കും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്യുക. ഇനി നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ചിത്രം വ്യാപാരത്തെ എങ്ങനെ സഹായിക്കുന്നു നോക്കാം. നമ്മുടെ വ്യാപാരം നന്നായി നടക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരിൽ നിന്നും, ചുറ്റുമുള്ള ആളുകളിൽ നിന്നും നമുക്ക് കണ്ണേറ്, അസൂയ, മത്സര ബുദ്ധി ഇവ ഉണ്ടാകും. ഇതിൽ നിന്നും ഉള്ള സംരക്ഷണമാണ് ഹനുമാൻ സ്വാമിയുടെ ചിത്രം വയ്ക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വൃത്തിയുള്ള ഒരു സ്ഥലത്ത്, അതെവിടെയായാലും കുഴപ്പമില്ല, വടക്കിഴക്കേ മൂലയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. അവിടെ വെച്ച് രാമതുളസിയോ മുല്ലപ്പൂമാലോ ചാർത്തി ദിവസേന ശ്രീ ഹനുമാൻ സ്വാമി നിത്യവും പ്രാർത്ഥിക്കണം.
ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ശ്രീരാമജയം എന്ന മന്ത്രമാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രം. ഈ മന്ത്രം ജപിച്ചാൽ അവരുടെ എല്ലാവിധ സംരക്ഷണവും ശ്രീ ഹനുമാൻ സ്വാമി ഏറ്റെടുക്കും. ഇത് ജപിക്കുന്നതിലൂടെ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളെയും, കണ്ണീർ പോലെ, അസൂയ എന്നിവയെല്ലാം നീക്കി നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു മതിലായി നമുക്ക് ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണം നമുക്ക് ഉണ്ടാകും. അതിലൂടെ നമുക്ക് ബിസിനസ്, വ്യാപാരം വർദ്ധിക്കും. ആൾക്കാർ വന്ന് ധാരാളം വന്ന് സാധനങ്ങൾ വാങ്ങും. അങ്ങനെ നമുക്ക് ധാരാളം പണം വന്നു ചേരും. ഇത് വിശ്വാസപൂർവ്വം ചെയ്യുക. ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഈ 3 ചൈതന്യങ്ങളും, അതായത് ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം, ഗണപതി ഭഗവാന്റെ ചൈതന്യം, മഹാലക്ഷ്മിയുടെ ചൈതന്യവും ഈ നമ്മുടെ കടയിൽ നിറയുമ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത് വെറും ഒരു കടയായിരിക്കില്ല, മറിച്ച് വിശ്വസ്തയുടെ ഒരു കേന്ദ്രമായി മാറും. ആളുകൾക്ക് നമ്മുടെ കടയിലേക്ക് വരാൻ താല്പര്യം കൂടി വരും. അങ്ങനെ നമ്മുടെ വ്യാപാരത്തിൽ വലിയ വർധനവുണ്ടാവുകയും ചെയ്യും. എല്ലാവിധ ഐശ്വര്യവും നമുക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും വ്യാപാര സ്ഥാപനങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.